Okay, good afternoon. നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാണ് an overview അല്ലെ? കുറച്ച് ദിവസങ്ങളായി നമ്മൾ ക്ലാസ്സിൽ കേറിയിട്ട് അല്ലെ കണ്ടിട്ട്. ഇപ്പൊ 4 ദിവസമൊക്കെ ആയിട്ട് അവധിയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് ഓവർവ്യൂ അല്ലെ? ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയത് അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓക്കെ. ഒബ്ജക്റ്റീവ്സ് എല്ലാ പോയിന്റ്സും കഴിഞ്ഞായിരുന്നു അല്ലെ? അത് രണ്ട് പ്രിൻസിപ്പിൾസ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓഫ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. Indicators for measuring impact of healthcare administration. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഹെൽത്ത് കെയറിന്റെ നമുക്ക് ഒരു ഇമ്പാക്ട് അതിന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സൂചകങ്ങൾ. അതായത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള സൂചകങ്ങൾ, അതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഇൻഡിക്കേറ്റർ നമുക്ക് പറയാം? നമുക്കൊരു പോപ്പുലേഷനിലെ ആളുകളുടെ ഒരു ഹെൽത്തിനെ കുറിച്ച് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെ? എല്ലാവരും ഇപ്പൊ നമുക്ക് എന്താ പറയാ, വാക്സിൻസ് വന്നിട്ടുണ്ട് അല്ലെ? വാക്സിൻസ് ഉണ്ട്. അപ്പൊ ഓരോ പോപ്പുലേഷനിൽ എത്ര പേര് വാക്സിൻ എടുത്തു, അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ഹെൽത്തിനെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? എത്രത്തോളം ഉണ്ട്, ഇത്ര പേര് വാക്സിൻ എടുത്തു, ഇവര് എല്ലാവരും എന്താ പറയാ, ഒരു പോപ്പുലേഷന്റെ ഒരു ഹെൽത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അളക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്ററെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത് കേട്ടോ. ഓക്കെ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ മൂല്യവത്തായിട്ടുള്ള സവിശേഷതകളിൽ ഒന്നാണ് ഇത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂല്യവത്തായ സവിശേഷതകളിൽ ഒന്നാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. വിച്ച് റിസർച്ചേഴ്സ് യൂസ്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഈ ഗവേഷകർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? യൂസ് ആസ് സപ്പോർട്ടിംഗ് എവിഡൻസ്. ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി എന്തിനു വേണ്ടി? ഫോർ എക്സ്പ്ലെയിനിങ് ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. അതായത് ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ വിശദീകരിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി റിസർച്ചേഴ്സും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സും ഉപയോഗിക്കുന്നു. ഇതാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. എന്താണ്? ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ വിശദീകരിക്കാനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി എന്താ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നു. അതാ പറഞ്ഞേ. ഇപ്പൊ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ നമ്മൾ അവിടുത്തെ ഡേറ്റാസ് കളക്ട് ചെയ്യാണ്. ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഇവിടെ വാക്സിൻ എടുത്ത ആളുകൾ എത്ര പേരുണ്ട് എന്നുള്ളത് വെച്ചിട്ട് ഒരു അനലൈസ് സ്റ്റാറ്റി ആക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ പോപ്പുലേഷൻ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഗ്രാഫിക് റെപ്രസെന്റേഷനിലൂടെ അവരുടെ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആക്കും. എന്നിട്ട് അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അതിന് സപ്പോർട്ടിങ് എവിഡൻസ് ആണ് അല്ലെ? ആ പോപ്പുലേഷന്റെ ഹെൽത്തിനെ നമുക്ക് വെറുതെ വായിക്കൊണ്ട് പറഞ്ഞാൽ മതിയോ? ഇതിപ്പോ അവര് കറക്റ്റ് ആയിട്ട് ആ പോപ്പുലേഷനിലെ ആളുകളിൽ നിന്ന് ഡേറ്റാസ് എടുത്തിട്ട് അവര് ശേഖരിച്ച ആ ഡേറ്റാസ് ശേഖരിച്ച് അവരത് റെപ്രസെന്റ് ചെയ്ത് അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കാണ്. അതൊരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്, ഒരു തെളിവാണത് അല്ലെ? അത് കൃത്യമായിട്ട് അവര് ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നുള്ള ഒരു തെളിവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായോ? ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോപ്പുലേഷന്റെ ഒരു മൂല്യവത്തായ സവിശേഷതകളിൽ ഒന്നാണ്. അത് റിസർച്ചേഴ്സ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നേ? ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി. എന്തിനാ സപ്പോർട്ടിംഗ് എവിഡൻസ് എന്തിനു വേണ്ടിയുള്ളതാണ്? ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ആരോഗ്യത്തെ വിശദീകരിക്കാനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയി ഈ റിസർച്ചേഴ്സ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ അത്.
Researchers use supporting evidence for explaining health of a population. Clear ആയോ അത്? ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്. മനസ്സിലാവണല്ലേ നിങ്ങൾക്ക് പറയണേ? ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ആരോഗ്യത്തെ വിശദീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആണ്. അപ്പൊ അത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാനുള്ളത് ഇത് എത്രയും നോട്ട് ചെയ്തിടാ. റിസർച്ചേഴ്സ് എന്തിനാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കേട്ടോ. റിസർച്ചേഴ്സ് യൂസ് സെക്കൻഡ് ലൈൻ യൂസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. Researchers use as supporting evidence for explaining health of a population. ഇനി normally ആശാ വർക്കേഴ്സ് എടുക്കാറുണ്ട് അല്ലെ? അംഗൻവാടികളിലൊക്കെ ആണെങ്കിലും കുട്ടികളുടെ ഗ്രോത്ത് റേറ്റ് ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യുന്നില്ലേ അവര്? പിന്നെ ആശാ വർക്കർമാര് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഈ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? വാക്സിൻ ഒക്കെ എടുത്തതിന് ശേഷമാണെങ്കിലും അല്ലെ, എത്ര കുട്ടികളുണ്ട്, എത്ര പേര് വാക്സിൻ എടുത്തു, ഇനി എടുക്കാത്തവരുണ്ട്. അതപ്പോ അവർക്ക് അത് വെച്ചിട്ട് അവർക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ ഒരു പഞ്ചായത്തില് ഇപ്പൊ വാക്സിനേഷനിൽ ഇത്ര കുട്ടികൾ വാക്സിൻ എടുത്തു, ഇനി എത്ര പേര് എടുക്കാത്തുണ്ട്, പിന്നെ അവർക്കുടെ വളർച്ച ഇത്. ഇപ്പൊ അംഗൻവാടികളൊക്കെ ആണെങ്കിലും ഇത്ര ഏജിലുള്ളവർക്കുടെ ആ ഗ്രോത്ത് റേറ്റ് ഒക്കെ അല്ലെ, അതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കിയേ, നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ്, ഇനി റിസർച്ചേഴ്സ് എങ്ങനെയാ യൂസ് ചെയ്യുന്നത്? വിൽ യൂസ് സർവേ മെത്തഡോളജി. എങ്ങനെയാണ്? സർവേയിലൂടെയാണ്, സർവേ മെത്തേഡിലൂടെയാണ് അവര് ഇൻഫർമേഷൻ ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. ഒരു പോപ്പുലേഷൻ സാമ്പിൾ, അതായത് മൊത്തമല്ല, ഒരു സാമ്പിൾ ആണ് അല്ലെ? അതായത് ഇപ്പൊ ഒരു 1000 പേരില് എത്ര പേർക്ക് എന്നുള്ള രീതിയിൽ, അതാണ് ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. മൊത്തം ജനപ്പോ ഒരു 1,00,000 പേരുണ്ടെങ്കിൽ 1,00,000 പേർക്കുടെ മൊത്തമല്ല, അതിന് ഒരു 1000 പേരുകളിൽ നോക്കും നമ്മള്. ഒരു പോപ്പുലേഷൻ സാമ്പിളാ എടുക്കുന്നത്, മൊത്തമല്ല, ഒരു സാമ്പിളിൽ നിന്ന് അതിൽ എത്ര പേർക്കുണ്ട്, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് ആ പോപ്പുലേഷന്റെ മൊത്തം അങ്ങനെയാ കാണുന്നത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത്? റിസർച്ചേഴ്സ് എന്താ ഉപയോഗിക്കുന്നത്? സർവേ മെത്തേഡ്, സർവേ മെത്തഡോളജി ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ അല്ലെ? ആ ഒരു പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് റിസർച്ചേഴ്സ് സർവേ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. Researchers will use a survey methodology to collect the information about a population sample. Use statistics to generalize the information gathered to the total population. എന്നിട്ട് എന്ത് ചെയ്യും? അതിനെ ആ പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ ഇതിലൂടെ, സർവേ മെത്തേഡിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നു? അതൊരു സ്റ്റാറ്റിയാകും. സ്റ്റാറ്റി നിങ്ങൾ പഠിച്ചില്ലേ? ഗ്രാഫൊക്കെ, ഗ്രാഫിക് റെപ്രസെന്റേഷൻ ഒക്കെ ചെയ്തിട്ട് അല്ലെ, ബാർ ഗ്രാഫുകള് അല്ലെ, പൈ ഡയഗ്രാം, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യും? അങ്ങനെ കണക്കായിട്ട് എഴുതി വെക്കല്ല, അവരെന്ത് ചെയ്യുന്നു? അത് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അല്ലെ, സ്റ്റാറ്റി പോലെ അത് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ അത് ആ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റും. ആൻഡ് ദെൻ യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. എന്നിട്ട് അത് അനലൈസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇങ്ങനെ പോപ്പുലേഷൻ സാമ്പിളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള സർവേ മെത്തേഡിലൂടെ കളക്ട് ചെയ്തിട്ടുള്ള ഡേറ്റാസ് എന്ത് ചെയ്യുന്നു? അത് എന്തിലേക്ക് മാറ്റുന്നു? സ്റ്റാറ്റീസ് അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസ് മാറ്റുന്നു. എന്നിട്ട് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ പോപ്പുലേഷന്റെ ഹെൽത്തിനെ നമുക്ക് അളക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആ ഗ്രാഫിലൂടെ നോക്കിയാൽ പെട്ടെന്ന് അറിയാൻ പറ്റൂലേ അല്ലെ? ആ ഒരു ഗ്രോത്ത് റേറ്റ് ഒക്കെ ആണെങ്കിലും നമുക്ക് ആ പോപ്പുലേഷന്റെ ഹെൽത്ത് ഒക്കെ നമുക്ക് അതിലൂടെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ gathered to the population and then use the statistical analysis to make the
about the health of a population. ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് അതൊന്ന് അത്രയൊന്ന് നോട്ട് ചെയ്തിട്ടാലും മതി. ആ പോപ്പുലേഷന്റെ ഹെൽത്തിന് നമ്മൾ എന്നിട്ട് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിലൂടെ എന്ത് ചെയ്യുന്നു, അത് വിശദീകരിക്കുന്നു. ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ ആ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ട് എന്നിട്ട് നമ്മൾ ആ പോപ്പുലേഷൻ ഹെൽത്തിനെ അതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Health indicators are often used by government. ഇനി ഇത് ഗവൺമെന്റും ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സൂചകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ആരോഗ്യ സൂചകങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാ? ടു ഗൈഡ് ദ ഹെൽത്ത് കെയർ പോളിസി. ഒരു ഹെൽത്ത് കെയർ പോളിസി നയിക്കാനോ ഓർ മേക്ക് ദ ഗോൾസ് ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനോ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയൊക്കെയാണ്? ടു ഗൈഡ് ദ ഹെൽത്ത് കെയർ പോളിസി. ഒരു ഹെൽത്ത് കെയർ പോളിസി നയിക്കാനോ അല്ലെങ്കിൽ ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്, ആ ആളുകളുടെ പോപ്പുലേഷന്റെ ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനോ അല്ലെ വേണ്ടിയിട്ട് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഗ്രാഫിലൂടെ നമ്മൾ ആ പോപ്പുലേഷന്റെ ഹെൽത്ത് മനസ്സിലാക്കുകയാണ്. അപ്പൊ ഹെൽത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീക്കാണ്, ആ പോപ്പുലേഷനിലെ ആളുകൾക്ക് ആരോഗ്യസ്ഥിതി മോശമാണെന്ന് അറിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് അതിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെന്റിന്? അപ്പൊ അവർക്ക് കുറച്ചും കൂടി എന്താ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും അല്ലെ. അതിനനുസരിച്ചുള്ള ഫുഡുകളോ അല്ലെങ്കിൽ മെഡിസിൻസോ അല്ലെ, അയൺ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാൽസ്യം ടാബ്ലറ്റുകൾ ആക്കിയോ അല്ലെങ്കിൽ അവർക്കുള്ള പോഷകാഹാരങ്ങൾ പ്രൊവൈഡ് ചെയ്തോ അങ്ങനെ പല രീതിയിലൂടെയും എന്ത് ചെയ്യാൻ പറ്റും? ആ പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഗൈഡ് ഹെൽത്ത് കെയർ പോളിസി ഫോർ ഇംപ്രൂവിംഗ് പോപ്പുലേഷൻ ഹെൽത്ത്. പോപ്പുലേഷന്റെ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ ഹെൽത്ത് കെയർ പോളിസി നയിക്കുന്നതിനോ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? അതാണ് ഇനി അതിനകത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്? ഓക്കെ, ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് വിൽ ബി യൂസ്ഡ് ഇന്റർനാഷണലി ടു എക്സ്പ്ലെയിൻ ഗ്ലോബൽ ഹെൽത്ത് മസ്റ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു അതെങ്ങനെയായിരിക്കണം? ഒരു ഈ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇന്റർനാഷണലി അല്ലെ, അന്തർദേശീയ തലത്തിൽ എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം. അല്ലാതെ നമ്മുടെ ഇവിടെ ഡിസ്ട്രിക്റ്റില് ഒരു ഇത് വേറെ സ്ഥലത്ത് വേറെ ഇത് അങ്ങനെ പറ്റില്ല അല്ലെ. ഒരു ഇന്റർനാഷണൽ ലെവലിൽ തന്നെ, നാഷണൽ അല്ല ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ അംഗീകരിക്കാൻ പറ്റുന്ന എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് ഈ പറയുന്ന സവിശേഷതകൾ ഉണ്ടായിരിക്കണം. എന്തൊക്കെയാന്ന് വെച്ചേ? അപ്പൊ നോക്കിയേ, അവിടെ ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കട്ടോ. ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം, സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് വേണ്ടേ? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ് യൂണിഫോംലി ഇന്റർനാഷണലി. ഇങ്ങനെയാ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര തലത്തില് എല്ലായിടത്തും ഒരുപോലെ അളക്കാൻ കഴിയുന്നതായിരിക്കണം, ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, ഒരു അന്താരാഷ്ട്ര തലത്തില് എല്ലായിടത്തും ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അടുത്ത നോക്കിയേ, ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സൂചകങ്ങൾ, ഒരു മെഷർമെന്റ് ആണ് കേട്ടോ. മെഷർമെന്റ് ഓർ വാല്യൂ, അതാണ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഒരു ഇൻഡിക്കേറ്റർ? എങ്ങനെയായിരിക്കണം? ഒരു അന്താരാഷ്ട്ര തലത്തില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ it must have a statistical validity. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കൃത്യമായിരിക്കണം, അതുപോലെ വിശ്വസനീയമായിരിക്കണം. അതിന്റെ ഒരു റിസൾട്ട്, അപ്പൊ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യൂലേ, അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കൃത്യവും വിശ്വസനീയമായിരിക്കണം. ഓക്കെ,
കൃത്യവും വിശ്വസനീയവുമായിരിക്കണം. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഇപ്പൊ ഒരു സ്ഥലത്തെ ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ നമ്മൾ മരണനിരക്ക്, മോർട്ടാലിറ്റി റേറ്റ് പഠിക്കാണ്ട് കേട്ടോ അവിടെ. അപ്പൊ അത് നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അവിടെ എന്താണ്, ആ പോപ്പുലേഷനിൽ ഈ 1000 പേരില് നമ്മൾ അല്ലെങ്കിൽ ഒരു സാമ്പിൾ അല്ല എടുക്കുന്നത്, മൊത്തം അല്ലല്ലോ. ഇപ്പൊ ഒരു പഞ്ചായത്തിൽ എടുക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിന്റെ മൊത്തം അല്ല. അപ്പൊ എന്താ പറയാ, ഒരു പോപ്പുലേഷനില് ഇപ്പൊ 1000 ആളുകൾ എടുക്കുകയാണെങ്കിൽ 1000 ആളുകളുടെ ഇന്ന രോഗം മൂലം ഇത്ര പേര് മരിച്ചു. അത് ആ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ അതിന് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ 1000 പേര് എടുക്കുവാണെങ്കിൽ അത് അവിടെ ഒരു 200 പേര് മരിച്ചു എന്ന് പറയാം. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താ, ആ പോപ്പുലേഷന്റെ ഒരു എന്തെങ്കിലും പർട്ടിക്കുലർ രോഗമോ എന്തെങ്കിലും കാരണം അങ്ങനെ അത്രയും പേര് മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്താ, ആ ഒരു പോപ്പുലേഷനിലെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ആ പോപ്പുലേഷന്റെ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂലേ. എന്നാൽ അതില് ഒരു 5 പേര് മരിച്ചു എന്ന് പറഞ്ഞാൽ നോർമൽ ഡെത്ത് ആയിരിക്കും അല്ലെ. ഇപ്പൊ 1000 പേരിൽ 5 പേര് മരിച്ചു വയസ്സായിട്ട്, അല്ലെങ്കിൽ 10 പേര് മരിച്ചു, അല്ലെങ്കിൽ ഒരു 20 പേര് മരിച്ചു എന്ന് പറഞ്ഞാലും എന്താ, വയസ്സായിട്ടോ നോർമൽ അങ്ങനെ മരിച്ചതാന്ന് വിചാരിക്കാം അല്ലെ. പക്ഷെ കൂടുതൽ ആളുകൾ മരിക്കുമ്പോൾ അവിടുത്തെ ആളുകളുടെ ഹെൽത്ത് കുറവായത് കൊണ്ടല്ലേ, എന്തെങ്കിലും രോഗമൊക്കെ ബാധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ ഹെൽത്ത് കുറവാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമുക്ക് എന്താ പറയാ, അത് നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാം അല്ലെ. ഒരു ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അത് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത്. മനസ്സിലാവല്ലേ നിങ്ങൾക്ക്? അപ്പൊ അത് എന്താ പറഞ്ഞേക്കുന്നത്, ആ ഒരു മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണ്. അത് എല്ലായിടത്തും ഒരുപോലെ അംഗീകരിക്കാൻ പറ്റണം, അത് കൃത്യമായിരിക്കണം, അത് വിശ്വസനീയമായിരിക്കണം. അതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി വേണം. ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അന്താരാഷ്ട്ര തലത്തിൽ ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി വേണം. അതായത് എന്താ പറഞ്ഞേക്കുന്നേ, അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് കൃത്യമായിരിക്കണം, അതുപോലെ വിശ്വസനീയമായിരിക്കണം. അടുത്ത നോക്കിയാൽ, ഇൻഡിക്കേറ്റർ മസ്റ്റ് ബി എ ഡേറ്റ വിച്ച് പ്രാക്ടിക്കലി ബി കളക്ടഡ് ഇൻ ദ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇൻഫർമേഷൻ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അങ്ങനെ ആയിരിക്കണം ഒരു ഇൻഡിക്കേറ്റർ. കുറെ വർഷങ്ങൾ എടുത്തിട്ട് പറ്റൂല. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഇൻഡിക്കേറ്റർ കൊണ്ട് നമുക്ക് ഇൻഫർമേഷൻ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റണം അല്ലെ. അതാണ് മൂന്നാമത്തെ പോയിന്റ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ സാധിക്കണം. ഇനി നോക്കിയേ, നാലാമത്തെ പോയിന്റ് എന്താ, ദ അനാലിസിസ് ഓഫ് ദ ഡേറ്റ മസ്റ്റ് റിസൾട്ട് ഇൻ റെക്കമെൻഡേഷൻ ഓൺ വിച്ച് ദ പീപ്പിൾ ക്യാൻ മേക്ക് ചേഞ്ച് ടു ഇംപ്രൂവ് ഹെൽത്ത് കെയർ. ഈ ഡേറ്റാസിന്റെ അനാലിസിസ്, അത് വിശകലനം ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കണം, ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, മെച്ചപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ശുപാർശയിൽ കലാശിക്കണം. അതെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അപ്പൊ ഡേറ്റാസ് നമുക്ക് കളക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ റിസൾട്ട് ഇല്ലേ, അതൊരു മോശമാണെങ്കിൽ നമുക്ക് എന്ത് വേണം, അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ശുപാർശയില് അല്ലെ. അപ്പൊ ഇവിടെ ആരോഗ്യസ്ഥിതി മോശമാണ്, അപ്പൊ നമുക്ക് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, അവർക്ക് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആ ഒരു ശുപാർശയില് ഒരു കലാശിക്കാൻ പറ്റുന്നതായിരിക്കണം, ശുപാർശയായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു സാധ്യതയുള്ളതായിരിക്കണം ഒരു എന്താ പറയാ, ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടിന് എന്ത് വേണം, ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത് പരിഗണിക്കണം. കിട്ടിയോ? 4 പോയിന്റ് കിട്ടിയോ? ക്ലിയർ ആണെന്ന് നോക്കിയ ക്യാരക്ടറിസ്റ്റിക്സ് യൂണിഫോംലി എങ്ങനെയായിരിക്കണം, ഗേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം അല്ലെ. ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം, ഇന്റർനാഷണൽ ലെവലില് ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി ഉണ്ടായിരിക്കണം,
എന്താ പറഞ്ഞേക്കുന്ന ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം അല്ലെ, ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ ആയിരിക്കണം. ദെൻ പിന്നെ അതിന്റെ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് എന്ത് വേണം, ആ പോപ്പുലേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അതിലും പരിഗണിക്കണം. കിട്ടിയോ? 4 പോയിന്റ് ക്ലിയർ ആണോ? ഇൻഡിക്കേറ്റേഴ്സിന്റെ ഫസ്റ്റ് പോയിന്റ് ആണോ? ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞ എന്താ പറയുന്നത് അതിനകത്ത്? ഇറ്റ് മസ്റ്റ് ബി എക്സ്പ്ലെയിൻ. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം? എങ്ങനെ വേണം? ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഗേജ്ഡ്. ഗേജ്ഡ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക എന്നുള്ള, അളക്കുക. എങ്ങനെ അളക്കാൻ പറ്റണം? എന്താ ഒരുപോലെ, എങ്ങനെയാ? യൂണിഫോംലി ഇന്റർനാഷണലി. എങ്ങനെയായിരിക്കണം? എങ്ങനെ അളക്കാൻ പറ്റണം? അന്താരാഷ്ട്ര തലത്തില്. ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും, ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തില്, തമിഴ്നാട്ടില്, അല്ലെങ്കിൽ വേറെ UK-ല്, അങ്ങനെ നമ്മള് ഒരു ഇന്റർനാഷണൽ ലെവലില് എല്ലായിടത്തും ഒരുപോലെ അളക്കാം എന്നല്ലേ. അല്ലാതെ ഞാനൊരു ഇതില് ഡേറ്റാസ് ഇതാക്കി വെച്ചു, വേറെ ആള് വേറെ രീതിയിൽ അളന്നു, അങ്ങനെ പറ്റുമോ? അങ്ങനെയല്ല. ഒരു ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ എന്താണ്? എങ്ങനെയായിരിക്കും? എല്ലായിടത്തും ഒരുപോലെ അളക്കാൻ പറ്റുന്നതായിരിക്കണം. ഇപ്പൊ നമ്മളൊരു സ്കെയിൽ എടുത്തു, സ്കെയിലിലെ മെഷർമെന്റ് നോക്കിയേ. 1 to കുഞ്ഞു സ്കെയിൽ ആണെങ്കിൽ നമുക്ക് ആ സെന്റിമീറ്റർ അല്ലെ, 15 സെന്റിമീറ്റർ അല്ലെങ്കിൽ 30 സെന്റിമീറ്റർ സ്കെയില്, അങ്ങനെ സ്കെയിൽ എടുത്താൽ നമുക്ക് അത് ഇവിടെ നമ്മൾ ആ സ്കെയിൽ ഉപയോഗിച്ച് അത്രയും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ സ്ഥലത്താണെങ്കിൽ ആ സ്കെയിൽ ഉപയോഗിച്ച് അത്ര തന്നെയല്ലേ. അല്ലാതെ ഇവിടെ കേരളത്തിൽ ഉപയോഗിക്കുന്ന ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഇത്രയും, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന അങ്ങനെ പറ്റുമോ അവിടെ? അതായത് എല്ലായിടത്തും ഒരു ആ ഒരു ഇൻഡിക്കേറ്റർ, ആ ഒരു മെഷർ ചെയ്യാൻ മെഷർമെന്റ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. മനസ്സിലായോ? എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണം. ആ പർട്ടിക്കുലർ സ്കെയിൽ 30 സെന്റിമീറ്ററിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 30 തന്നെയാണ്. അത് ഞാനിവിടെ അളന്നാലും വേറെ സ്ഥലത്ത് വേറെ ആൾ അവിടെ അളന്നാലും 30 സ്കെയിലും കൊണ്ട് അളന്നാൽ അത് സെയിം ആയിരിക്കില്ലേ? മെഷർമെന്റ് സെയിം അല്ലേ? അല്ലാതെ അതിന് വ്യത്യാസം വരാൻ പാടില്ല എന്നാ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഷഹനാസിന് മനസ്സിലായോ? അതായത് എല്ലായിടത്തും ആ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റണം, അത്രേ പറഞ്ഞേക്കുന്നത് കേട്ടോ അതിനകത്ത്. അതുപോലെ തന്നെ ആ ഇതെങ്ങനെയാ? ഒരു കൃത്യമായിരിക്കണം, വിശ്വസനീയമായിരിക്കണം. പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സവിശേഷത ഉണ്ടായിരിക്കണം ഇൻഡിക്കേറ്ററിന്. പിന്നെ അതിന്റെ റിസൾട്ടില് എന്താണ് പറഞ്ഞേക്കുന്നത്? ആ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടുമ്പോഴുണ്ടാകുന്ന റിസൾട്ട് ആ പോപ്പുലേഷനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അതേ രീതിയിലായിരിക്കണം. ഇനി നോക്കിയേ, ദി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ടു മെഷർ ഹെൽത്ത് സ്റ്റാറ്റസ്. ഹെൽത്ത് സ്റ്റാറ്റസ്, ഹെൽത്ത് നില അളക്കുന്ന ഇൻഡിക്കേറ്റർ, അതിന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ് അപ്പച്ചു പറഞ്ഞേക്കണേ? ഇൻഡിക്കേറ്റേഴ്സ് ബ്രാക്കറ്റിൽ നോക്കിയേ, ഏതൊക്കെയാ? ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, ഒരു നിർദ്ദിഷ്ട രോഗ മരണനിരക്ക്. ഇതാണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ, മരണനിരക്കാണ്. എങ്ങനെയാ? ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, ഇന്ന രോഗം മൂലം ഇത്ര പേര് മരിച്ചു. ഇപ്പൊ ഒരു കോവിഡ് വന്നാൽ ഇത്ര പേര് മരിച്ചു. അതെന്താ? ഒരു ഡിസീസ് സ്പെസിഫിക് ആണ് അല്ലെ? കോവിഡ് ആ രോഗം, ആ ഒരു നിർദ്ദിഷ്ട രോഗം മൂലം ഇത്ര പേര് മരിച്ചു, അതൊരു ഇൻഡിക്കേറ്റർ ആണ്. പറ്റൂലേ? കോവിഡ് മൂലം ഈ ഒരു ജനസംഖ്യയില് ഇത്ര പേര് മരിച്ചു. അപ്പൊ നമുക്ക് അവർക്ക് അറിയാൻ പറ്റും അല്ലെ, എത്ര പേർക്ക് കോവിഡ് വന്നു, അതുപോലെ മരണപ്പെട്ടവർ എത്രയുണ്ട്. അതൊരു മെഷർ ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക്. അത് വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞില്ലേ അല്ലേ? കാലവർഷക്കടുത്തത് മൂലം, ശരിയാണ്. അതൊക്കെ ഒരു പ്രത്യേക ഒരു ഇത് മൂലം. ഇനി അടുത്ത് നോക്കിയ മോർബിഡിറ്റി. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗാവസ്ഥ. മോർബിഡിറ്റി റേറ്റ് നോക്കാം നമുക്ക്. ഒരു പോപ്പുലേഷനിലെ രോഗാവസ്ഥ നോക്കാം. പർട്ടിക്കുലർ രോഗം എത്ര പേർക്ക് ബാധിച്ചു അല്ലെ? അത് വെച്ചിട്ട് നമുക്ക് ആ ഹെൽത്തിന്, ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് മെഷർ ചെയ്യാൻ പറ്റൂലേ അല്ലെ? രോഗം ബാധിച്ചവരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യസ്ഥിതി അറിയാൻ പറ്റും. പിന്നെ മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ, മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മരണനിരക്ക്. ഒന്ന് എഴുതി വെച്ചോട്ടോ അതാണ്. മോർട്ടാലിറ്റി, മരണനിരക്ക്. മോർബിഡിറ്റി എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥ. ഡിസബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? വൈകല്യങ്ങള്.
ഡിസബിലിറ്റി, ഇതെല്ലാം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന. പിന്നെ നോക്കിയേ, ഡിറ്റർമിൻസ് ഓഫ് ഹെൽത്ത്, ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ് ആൻഡ് ഹെൽത്ത് ബിഹേവിയർ. ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ്, ഒരു ജൈവപരമായിട്ടുള്ള ഒരു അപകട സാധ്യതയുള്ള ഘടകങ്ങള്, ഹെൽത്ത് ബിഹേവിയർ, പിന്നെ അതുപോലെ തന്നെ ആൻഡ് ദ ഹെൽത്ത് സിസ്റ്റം, സർജിക്കൽ പ്രൊസീജിയർ, മെഡിക്കേഷൻ യൂസസ്, യൂസ് ഓഫ് ഹെൽത്ത് സർവീസ്, ഇതെല്ലാം നമുക്ക് എന്താണ് ഹെൽത്ത് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ഇൻഡിക്കേറ്റേഴ്സ് ഡിറ്റർമിനിങ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം. കണ്ടോ, ഈ പറഞ്ഞേക്കുന്നതെല്ലാം നമുക്ക് എന്താ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇൻഡിക്കേറ്ററിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്തത് കൊണ്ടാണ് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യ സ്ഥിതി അല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യുന്നത് കേട്ടോ. ഇതെല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യ നില, ഹെൽത്ത് സ്റ്റാറ്റസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതൊക്കെയാ വെച്ചാൽ ആ മൂന്നെണ്ണം. ആദ്യത്തെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഡിറ്റർമിൻസ് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത്, ആ ഒരു ഹെൽത്തിനെ നിർണ്ണയിക്കാൻ പറ്റുന്ന, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്, അത് ജൈവപരമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ആളുകളുടെ ഹെൽത്ത് ബിഹേവിയറോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സർജിക്കൽ പ്രൊസീജിയറുകളോ മെഡിക്കേഷൻ മരുന്നുകൾ ഉപയോഗോ അല്ലെങ്കിൽ ഹെൽത്ത് സർവീസ് ആരോഗ്യ സേവനങ്ങളോ, ഇതെല്ലാം നമുക്ക് ഏതാ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യത്തെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ആ ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് അളക്കാൻ പറ്റും. നിങ്ങൾ ആ മെയിൻ ആയിട്ട് ആ മൂന്നെണ്ണം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അതില് മോർട്ടാലിറ്റി, ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, മോർബിഡിറ്റി, ഡിസബിലിറ്റി, അത് മൂന്നും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് അവിടെ. ഹെൽത്ത് ബിഹേവിയർ എന്ന് വെച്ചാൽ ആരോഗ്യ സ്വഭാവങ്ങള്, ഒരു ജൈവപരമായിട്ടുള്ള നമുക്ക് എന്താ പറയാ ഒരു അപകടം രീതിയിൽ വരുന്ന ഘടകങ്ങള്, സർജിക്കൽ പ്രൊസീജിയറുകള്, മെഡിക്കേഷൻ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗം, ഹെൽത്ത് സർവീസിന്റെ യൂസ് ഉപയോഗം, ഇതെല്ലാം നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഇൻഡിക്കേറ്ററുകളാണ് കേട്ടോ. അതാണ് ഇൻഡിക്കേറ്ററിന്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. അതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്തിട്ടോ അതിൽ കേട്ടോ. ബാക്കി ഒന്ന് നോക്കി വെക്കാം. ഇനി നോക്കിയേ, ഡെത്ത് റേറ്റ് ആ പറഞ്ഞേക്കുന്നത്. ഡെത്ത് റേറ്റ്, മരണ നിരക്ക്. ഇതിന്റെ മീനിങ് എന്താണ്? ഡെത്ത് റേറ്റ് നോക്കിയേ, മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് ഈസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ measured to the size of that population per unit of time. ഒന്ന് നോക്കിയേ, ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മോർട്ടാലിറ്റി റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഡെത്ത് റേറ്റ്. എക്സാമിന് ചോദിക്കാറുണ്ട്, ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്താണ് മോർട്ടാലിറ്റി റേറ്റ്? ഈസ് ഓൾസോ നോൺ ആസ് ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ഈസ് ഓൾസോ നോൺ ആസ് മോർട്ടാലിറ്റി റേറ്റ്. അണ്ടർലൈൻ ചെയ്തോട്ടെ, രണ്ടും സെയിം ആണ്, മരണനിരക്കാണ്. അതെന്താ പറഞ്ഞേക്കുന്നത്? ഇസ് ദ സ്കെയിൽ ഓഫ് നമ്പർ ഓഫ് ഡെത്ത്, അല്ലെ? ഒരു നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ്. എങ്ങനെയാ? ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. അതെങ്ങനെയാ ഡെത്ത് എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് കൊടുത്തേണ്ടത്? സാധാരണ ജനറൽ ആയിട്ട് സാധാരണ സംഭവിക്കുന്ന മരണങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓണിംഗ് ടു എ സ്പെസിഫിക് കോസ്, ഒരു പ്രത്യേക കാരണം മൂലം മരിക്കുന്ന അങ്ങനെ സംഭവിക്കുന്ന മരണങ്ങളായിക്കോട്ടെ, ഡെത്ത് എങ്ങനെയായിക്കോട്ടെ, ജനറൽ ആയിട്ട് സംഭവിക്കുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പ്രത്യേക കാരണം മൂലം മരിക്കുന്നതായിക്കോട്ടെ. എവിടെ? ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഒരു പ്രത്യേക പോപ്പുലേഷനില് അതെങ്ങനെ മെഷർ ചെയ്യുന്നേ? ആ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കി പിന്നെ പറയുന്ന പെർ യൂണിറ്റ് ഓഫ് ടൈം, അതായത് യൂണിറ്റ് ഓഫ് ടൈം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മള് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞ എന്തെന്ന് പറയാം? നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈമില്, ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ, ഒരു പ്രത്യേക ടൈമിലാണ്, തോന്നിയ സമയത്ത് മുഴുവനും അല്ല, ഒരു ടൈം പീരീഡ് പറയും അവര്. ഒരു പർട്ടിക്കുലർ ടൈമില്
ഒരു പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി കണ്ടോ, മെഷർ ടു ദ സൈസ് ഓഫ് ദാറ്റ് പോപ്പുലേഷൻ. ആ ഒരു പർട്ടിക്കുലർ ടൈമില് പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കി ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലുള്ള നമ്പർ ഓഫ് ഡെത്തിന്റെ സ്കെയിലാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈം പറയുന്നുണ്ട്, പർട്ടിക്കുലർ പോപ്പുലേഷനും പറയുന്നുണ്ട്. കണ്ടോ, ആ ഒരു പോപ്പുലേഷന്റെ വലിപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ സംഭവിക്കുന്ന മരണത്തിന്റെ റേറ്റ്, മരണത്തിന്റെ സ്കെയില്, അതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. മരണം, ഡെത്ത് സംഭവിക്കുന്ന ജനറൽ ആയാലും പ്രത്യേക കാരണം മൂലവുമായും മരിക്കുന്ന ആളുകളുടെ, അതായത് നമ്പർ ഓഫ് ഡെത്ത്, അവിടെ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണമാണ് മോർട്ടാലിറ്റി റേറ്റ്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടോ അവിടെ വരെ, യൂണിറ്റ് ഓഫ് ടൈം എന്ന് വരെ നോട്ട് ചെയ്തിട്ടാ കേട്ടോ. ഡെഫിനിഷൻ ആണ്. ക്ലിയർ ആയോ? ആ പോയിന്റ് ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ഉള്ളത് പ്രത്യേകം ഒന്ന് നോക്കി വെക്കുക. ക്ലിയർ ആണ് അല്ലെ? ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോപ്പുലേഷൻ ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ അവിടെ സംഭവിക്കുന്ന പർട്ടിക്കുലർ നമുക്ക് നമ്പർ ഓഫ് ഡെത്ത്. നോക്കിയാൽ the term mortality indicate total death that happen especially on a large scale. ഇതെങ്ങനെയാ? വലിയ തോതിലുള്ള മരണങ്ങളാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, വയനാട് ദുരന്തം നമ്മൾ പഠിച്ചില്ലേ, നമ്മൾ ടിവിയിൽ കണ്ടില്ലേ, ന്യൂസിൽ കണ്ടില്ലേ, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ ബാധിച്ച കാര്യമല്ലേ. ഒരു വീടിനോ രണ്ട് വീടിനോ നമുക്ക് ബാധിച്ച ഒരു സംഭവം അല്ല അത് വയനാട് ദുരന്തം എന്ന് പറയണേ അല്ലെ. ഒരു പ്രത്യേക പോപ്പുലേഷനെ നമുക്ക് പറയാം അല്ലെ, ആ ഒരു ഗ്രാമങ്ങളെ നമുക്ക് പറയാം. അവിടെ മൊത്തമായിട്ട് വ്യാപിച്ചതാണ്, അല്ലെ ഒരു വ്യക്തിയുടെ വീട്ടിൽ സംഭവിച്ച ഒരു മരണം അല്ല അത് അല്ലെ, വലിയ തോതിലുള്ള മരണമാണ്. such as in a population or geographic area, ഒരു പ്രത്യേക ഭൂമിശാസ്ത്ര പ്രദേശത്ത് അല്ലെ, ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ഉണ്ടായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, അതാണ് the term mortality എന്ന് പറയുന്നത്. അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. The term mortality indicate the total death that happens especially on a large scale, such as ഇങ്ങനെയാ in a population, ഒരു പോപ്പുലേഷനിലെ മൊത്തം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനസംഖ്യയില് അല്ലെ, ജിയോഗ്രാഫിക്കൽ ഏരിയയില് ഭൂമിശാസ്ത്രപരമായ സ്ഥലത്ത് സംഭവിക്കുന്ന മരണങ്ങളാണ്, ആ മരണത്തിന്റെ ടോട്ടൽ ഡെത്ത് ആണ് മോർട്ടാലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ നോർമൽ റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. ഇത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന? മോർട്ടാലിറ്റി റേറ്റിലാണ്. മോർട്ടാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് മോർട്ടാലിറ്റി റേറ്റിലാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ഇറ്റ് ഈസ് നോർമലി റെപ്രസെന്റഡ് ഇൻ ദ ഫോം ഓഫ് മോർട്ടാലിറ്റി റേറ്റ്. മോർട്ടാലിറ്റി റേറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. As per the mortality rate definition, mortality rate definition അനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നേ? An index of the number of death each year or a specific time interval in a specified population is called the mortality rate. ഇതൊക്കെ പല പല രീതിയിൽ തന്നേക്കാന്നുള്ളൂ കേട്ടോ. മോർട്ടാലിറ്റിക്ക് തന്നെ നമ്മൾ പല പല രീതിയിൽ പറഞ്ഞേക്കുന്നു, ആ ഡെഫിനിഷനെ പല രീതിയിൽ തന്നേക്കുന്നു. മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്തെന്നാ പറഞ്ഞേക്കുന്നേ? നമ്പർ ഓഫ് ഡെത്ത് ഈച്ച് ഇയർ ഓർ എ സ്പെസിഫിക് ടൈം. ഒരു ഈ വർഷത്തെ വേണമെങ്കിൽ കണക്കെടുക്കാം നമുക്ക്. ഒരു വർഷത്തില് ഇത്രയും പോപ്പുലേഷനിൽ ഇന്ന ടൈമില് മരിച്ച ആളുകളുടെ എണ്ണം, അങ്ങനെ വേണമെങ്കിൽ എടുക്കാം നമുക്ക്. ഈച്ച് ഇയർ ഓർ എ സ്പെസിഫിക് ടൈം പീരീഡ്, അല്ലെങ്കിൽ ഒരു പ്രത്യേകം ടൈം ഇന്റർവെല്ലില് 6 മാസത്തിനുള്ളില് അല്ലെങ്കിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളില് എങ്ങനെയാ? ഇൻ എ സ്പെസിഫൈഡ് പോപ്പുലേഷൻ, ഒരു പ്രത്യേക പോപ്പുലേഷനില് ഒരു പ്രത്യേക ടൈമില് കണ്ടോ സംഭവിച്ച മരണങ്ങളുടെ എണ്ണം. ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങള്? ഇപ്പൊ എന്താ പറയാ, ഒരു കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളില് നമ്മുടെ എറണാകുളം ജില്ലയില് ഇന്ന സ്ഥലം, നമ്മൾ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ പറയാണ്, ഇന്ന സ്ഥലത്ത് നമ്മൾ എന്താ പറയാ, അവിടെ ഇപ്പൊ 1000 ആളുകളില് എത്ര പേര് മരിച്ചു അല്ലേ? അവിടെ നമുക്ക് എന്താ പറയുന്ന? ടൈം പറയണം, പിന്നെ അതുപോലെ തന്നെ ആ ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ പറയണം. ഇന്ന പഞ്ചായത്തില് കണ്ടോ, അത് ഇമ്പോർട്ടന്റ് ആണ്. മൊത്തം പോപ്പുലേഷൻ അല്ല, അവിടെ ഒരു സ്പെസിഫൈഡ് പോപ്പുലേഷൻ, സ്പെസിഫൈഡ് ടൈം, അതിൻ്റെ ഉള്ളിൽ സംഭവിച്ച മരണങ്ങള്. ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇത് പല രീതിയിൽ തന്നേക്കണമെന്നുള്ളൂ കേട്ടോ.
സംഭവമൊക്കെ ഒന്ന് തന്നെയാണ്, പല രീതിയിൽ പല ഡെഫിനിഷനായിട്ട് ഇങ്ങനെ കൊടുത്തേക്കണമെന്നുള്ളൂ. നിങ്ങൾ എന്തായാലും ഒന്ന് ഐഡിയ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം? ടൈം നോക്കണം, പർട്ടിക്കുലർ പോപ്പുലേഷനും നോക്കണം, അതിന്റെ ഉള്ളിൽ സംഭവിച്ച മരണങ്ങളുടെ എണ്ണം. ഇനി നോക്കിയേ, ഇറ്റ് ഈസ് നോർമലി എക്സ്പ്രസ്ഡ് ഇൻ പോപ്പുലേഷൻ യൂണിറ്റ്. ഇതെന്താ? പോപ്പുലേഷൻ യൂണിറ്റിലാണ് അത് പ്രകടിപ്പിക്കുന്നത്. ലൈക്ക് പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോക്കിയേ, ലൈക്ക് ഡെത്ത് പെർ 1000 people ഫോർ എ പ്രീകോൾ പീരീഡ് ഓർ എ സ്പെസിഫൈഡ് ടൈം ഫ്രെയിം. ഒരു നിർദ്ദിഷ്ട സമയത്ത് നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, കണ്ടോ? അതാണ് പോപ്പുലേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഡെത്ത് പെർ 1000 people കിട്ടിയോ? 1000 ആളുകളിൽ എത്ര പേര് മരിച്ചു, എന്നിട്ട് അതിനനുസരിച്ച് ആ പോപ്പുലേഷനെ നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ ഒരു റേറ്റ് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ മൊത്തം ആളുകളുടെ മൊത്തം നോക്കൂല, ഒരു പർട്ടിക്കുലർ ആ പോപ്പുലേഷന്റെ 1000 ആളുകളിൽ എത്ര പേരെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഇനി ഇതിനകത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ഏതാണ്? ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ? മോർട്ടാലിറ്റി റേറ്റ് ഓർ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്? നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ measured to the size of the population per unit of time. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കുക. പിന്നെ അതിന്റെ താഴെ മോർട്ടാലിറ്റി അല്ലെ വീണ്ടും പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഡെത്ത് ഹാപ്പൻഡ് എസ്പെഷ്യലി ഓൺ എ ലാർജ് സ്കെയിൽ, അല്ലെ? ലാർജ് സ്കെയിൽ സച്ച് ആസ് ഇൻ എ പോപ്പുലേഷൻ ഒരു ജിയോഗ്രാഫിക് ഏരിയ, അവിടെ സംഭവിക്കുന്ന മരണങ്ങളുടെ എണ്ണം. ഇത് പോപ്പുലേഷൻ എക്സ്പ്രസ് ചെയ്ത മോർട്ടാലിറ്റി റേറ്റിലാണ്. മോർട്ടാലിറ്റി റേറ്റ് ഡെഫിനിഷൻ അനുസരിച്ച് എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പ്രത്യേക പോപ്പുലേഷനിൽ ഒരു സ്പെസിഫൈഡ് ടൈം ഇന്റർവെല്ലില് ഉണ്ടാകുന്ന നമ്പർ ഓഫ് ഡെത്തിന്റെ എണ്ണം. ഇനി അത് നമ്മൾ നോക്കിയേ, ഇവിടെ 3 ഫോർമുലാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് 3ഉം എക്സാമിന് ചോദിക്കൂ കേട്ടോ. 3 ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ഫസ്റ്റ് തന്നിട്ടുള്ളത് ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഒരു ഫോർമുലയാണ് കൊടുത്തേക്കണേ. ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. എല്ലാവരും ബോക്സിലാക്കി ഇട്ടേക്കാം കേട്ടോ. എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഫൈനൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും ഫോർമുലാസ് കൂടുതലായിട്ട്, അല്ല ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഫോർമുലാസ് ചോദിക്കാം കേട്ടോ. അടുത്ത ചാപ്റ്റർ ക്വാളിറ്റി മാനേജ്മെന്റ് ആണ്. അവിടെ കുറെ ഫോർമുല പഠിക്കാണ്ട്. മിക്കവാറും ഫൈനലിൽ നിന്ന് വെച്ചാൽ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ഇടാൻ ഇതിൽ കുറവായത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കൂടുതൽ ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടേക്കണം കേട്ടോ ഫൈനൽ എക്സാമിന്. ഓക്കെ, നോക്കിയേ, അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇവിടെ 4 ഫോർമുല ഉണ്ട്. 4 ബൈപ്പാർട്ട് ചെയ്ത് തന്നെ പഠിക്കാം. ഒന്ന് ശ്രദ്ധിച്ചോട്ടോ ഫോർമുല എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കണേ എന്നുള്ളത്. നോക്കിയേ, മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല used for the calculation according to the available statistics. ലഭ്യമായിട്ടുള്ള ഒരു സ്ഥിതിവിവര കണക്കനുസരിച്ച് കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്, കണക്ക് കൂട്ടലുകൾക്കായിട്ട് മോർട്ടാലിറ്റി റേറ്റ് ഫോർമുല ഉപയോഗിക്കാം. നമുക്കറിയാലോ, അവിടുത്തെ ഹെൽത്തിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അല്ലെ? കുറെ ആളുകൾ മരിക്കുകയാണെങ്കിൽ അവിടെ ഹെൽത്ത് എങ്ങനെയാ? അവിടുത്തെ ഹെൽത്ത് കുറവാ അല്ലെ? പോപ്പുലേഷന്റെ ഹെൽത്ത് കുറവാണ്, അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ മരണപ്പെട്ടത് അല്ലെങ്കിൽ പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ ആ ഹെൽത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഫോർമുല നോക്കിയേ, ഇത് ഫസ്റ്റ് ഫോർമുല ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഒരു ഫോർമുലയാണ് കേട്ടോ. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ്. നോക്കിയേ, നമ്പർ ഓഫ് ഡെത്ത്സ് divided by total population into 1000 divided by 365. നോക്കി ഒന്ന് ശ്രദ്ധിച്ച് എങ്ങനെയാ? മൊത്തം മരിച്ച ആളുകളുടെ എണ്ണം അതെങ്ങനെയാ? ഒരു ഗിവൺ പീരീഡില് അല്ലെ? ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ഒരു ഗിവൺ പീരീഡില് മൊത്തം മരിച്ച ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. മനസ്സിലായോ? ടോട്ടൽ പോപ്പുലേഷനില് എത്ര ആളുകൾ മരിച്ചു ഇൻറ്റു അത് എത്ര പേരിലാണ് നമ്മൾ കാണുന്നേ? 1000 ആളുകളിലല്ലേ നമ്മൾ പറഞ്ഞേക്കുന്നേ അല്ലെ? 1000 പേരില് എത്ര പേര്? ഒരു പോപ്പുലേഷൻ സാമ്പിളാ നമ്മൾ എടുക്കുന്നേ അല്ലെ? 1000 പേരിലെ കണക്കാ നമ്മൾ എടുക്കുന്നേ. എന്നിട്ട് മൊത്തം പോപ്പുലേഷന്റെ നമ്മൾ കണ്ടുപിടിക്കുക. മനസ്സിലാവില്ല നിങ്ങൾക്ക്? ഓക്കെ, ഓർക്കം വന്നുണ്ടോ? ഫോർമുലയൊക്കെ മാത്സിന്റെ ഒരു ഇതിലേക്ക് പോയിട്ട് ഇല്ലല്ലോ. ഫോർമുല നോക്കി ശ്രദ്ധിച്ച് എക്സാമിന് ചോദിക്കുന്നതാണ്. മൊത്തത്തിലുള്ള മരണം, നമ്പർ ഓഫ് ഡെത്ത്
ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000. 1000 ആളുകളിലാണ് കണ്ടുപിടിക്കുന്നത്. ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 365. എന്തിനാ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്? പെർ ഡേയുടെ കാണാണ് കേട്ടോ. അതായത് ഒരു വർഷം എന്ന് പറഞ്ഞാൽ 365 ദിവസങ്ങളല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു ഡേ കാണുന്നത് കൊണ്ട് ഇയറില് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇത് നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുലയാണ്. അപ്പൊ അതായത് ഞാൻ പറയാം, ഇപ്പൊ നമ്മൾ എത്ര പറയാം, ഒരു 500 പേരില് അവിടെ ഒരു 30 പേര് മരിച്ചു എന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാ നമുക്ക് എഴുതാം? 500ല് 30 into 1000 whole divided by 365. മനസ്സിലായില്ലേ? മൊത്തം എത്ര ആളുകൾ ഉണ്ടെന്ന് നോക്കും, അതിൽ എത്ര പേര് മരിച്ചു നോക്കും, ഇൻറ്റു 1000 ആളുകളുടെ ആയതുകൊണ്ട് ഇൻറ്റു 1000 ചെയ്യും. ഇനി പെർ ഡേയുടെ കാണുന്നത് കൊണ്ട് 365 കൊണ്ട് ചെയ്യും. കൂടുതൽ ഡീറ്റെയിൽ ഒന്നും വേണ്ട, ആ ഫോർമുല ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിച്ചു വെക്കാം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഇനി നോക്കി, ഇനി ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന 3 ഫോർമുല നമുക്ക് പഠിക്കാണ്ട് 3 ബൈഹാർട്ട് ചെയ്യണം. ഹോസ്പിറ്റലിലെ മോർട്ടാലിറ്റി റേറ്റ് കാണുന്ന ഫോർമുല ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് നോക്കണം, നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ നോക്കണം, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി. 3 ഫോർമുലയും പഠിക്കാണ്ട്. നോക്കിയേ, ഫസ്റ്റത്തെയാണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. ഗ്രോസ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള മരണ നിരക്ക്. നോക്കി എങ്ങനെയാ? ഹോസ്പിറ്റലിലെ ആട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പ്രത്യേക പീരീഡില് ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന മൊത്തം മരണങ്ങളുടെ എണ്ണം. ഓക്കെ, ഷഹ്മാസ് ഷെറീഫ് ഇവിടെ ഞാൻ ചെറിയതായിട്ടൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു നമ്പർ ഇട്ട് തന്നതാട്ടോ. അത് വേഗം ഇൻറ്റു ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ശരിയാട്ടോ. അപ്പൊ നോക്കിയേ, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് മൊത്തത്തിലുള്ള ഒരു മരണനിരക്ക് ഹോസ്പിറ്റലിലെ ആട്ടോ. അത് കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പീരീഡില് ഹോസ്പിറ്റലിൽ സംഭവിച്ച മൊത്തം മരണങ്ങളുടെ എണ്ണം. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അവിടെ ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ആക്കിക്കോട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, മൊത്തത്തിലുള്ള ഡെത്തുകളുടെയും ആകെ ഡിസ്ചാർജുകളുടെയും എണ്ണം. ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിൽ തന്നെ, ആ പർട്ടിക്കുലർ ടൈം പീരീഡിൽ തന്നെ മരിച്ച ആളുകളുടെ, ഡിസ്ചാർജ് ആയിട്ടുള്ളവരുടെ ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. റേറ്റ് അല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ, അതുകൊണ്ട് ഇൻറ്റു 100 ചെയ്യുക. ഇക്വേഷൻ ഒന്ന് നോക്കിയേ, എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ഇക്വേഷൻ ആണോ? പറയാലോ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. അതായത് ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലില് മൊത്തത്തിലുണ്ടായ ഡെത്തിന്റെ എണ്ണം. ഇപ്പൊ ഒരാഴ്ചയിൽ ആ ഹോസ്പിറ്റലില് ഒരു 500 പേര് മരിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഹോസ്പിറ്റലില് പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഇപ്പൊ ഒരു മാസത്തില് ആ ഹോസ്പിറ്റലിൽ ഇത്ര പേര് മരിച്ചു. അപ്പൊ മൊത്തത്തിലുള്ള മരണമാണ് പറയുന്നത് കേട്ടോ. ആ ഹോസ്പിറ്റലിലുള്ള മൊത്തത്തിലുള്ള മരണം, അതിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്, മൊത്തത്തിലുള്ള ഡെത്തുകളുടെ എണ്ണം, ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്, ഡെത്തുകളുടെയും ഡിസ്ചാർജുകളുടെയും ആകെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഡിസ്ചാർജ് ആയതില്ലേ, ഡെത്ത് മരിച്ച ആളുകളുടെ എണ്ണവും അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയിട്ടുള്ളവരുടെ എണ്ണവും. അതാണ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100 ചെയ്യണം. ബൈഹാർട്ട് തന്നെ പഠിക്കാം. ഇനി നോക്കി, അവിടെ 2 ഹിന്റ് തന്നിട്ടുണ്ട്. നോക്കിയേ, ഓൾ ദ ഡെത്ത് എന്ന് പറഞ്ഞ എന്താ? ഓൾ ദ ഡെത്ത് എന്ന് പറഞ്ഞ എന്താ? ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU. എമർജൻസിയിലും ICUയിലും കൂടി മൊത്തത്തിലുള്ള മരണം. എമർജൻസി ആയിട്ട് മരിക്കുന്നവരും ICUയിൽ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ മരിക്കുന്ന ആളുകളുടെയും മൊത്തം എണ്ണാണ് ഓൾ ഡെത്ത് എന്ന് പറയുന്നത്. അത് മസ്റ്റ് ബി കൗണ്ടഡ്. അത് നമുക്ക് കൗണ്ട് ചെയ്യാം. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തില് നമ്മൾ എമർജൻസി ആയിട്ടും ICUയിലും കിടന്ന് മരിക്കുന്നവര് മൊത്തം കൗണ്ട് ചെയ്യാം. അതാണ് ന്യൂമറേറ്ററിൽ എഴുതുന്നത്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അറിയാലോ അല്ലെ? ഒരു ഫ്രാക്ഷൻ എഴുതുവാണെങ്കിൽ അതിന്റെ മുകളിലുള്ളതാണ് ന്യൂമറേറ്റർ അല്ലെ, താഴെയുള്ളതാണ് ഡിനോമിനേറ്റർ. 3/5 ന്യൂമറേറ്റർ ഏതാ? 3/5ല്
3. ഓക്കെ, വെരി ഗുഡ്. 3 അല്ലെ? ഡിനോമിനേറ്റർ താഴെയുള്ളത് 5 ആണ് അല്ലെ? അങ്ങനെയല്ലേ? അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ നമ്മൾ എഴുതുന്നത്? എമർജൻസിയിലും ICയിലും കൂടി ആകെ സംഭവിക്കുന്ന ഡെത്തിന്റെ എണ്ണം. ഓക്കെ, കിട്ടിയില്ലേ? അതാണ് ന്യൂമറേറ്റർ, ഓൾ ഡെത്തുകള്. ഇനി ഡിനോമിനേറ്റർ ഓക്കെ, എല്ലാ ടൈപ്പിലുള്ള ആൻഡ് ഓൾ ടൈപ്പ് ഓഫ് ഡിസ്ചാർജ് മസ്റ്റ് ബി ടേക്കൺ. എല്ലാ തരത്തിലുള്ള ഡിസ്ചാർജുകളും അതിന് ഡിനോമിനേറ്റർ ഉൾപ്പെടുന്നു. അതാണ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് എന്ന് പറഞ്ഞേക്കണം കേട്ടോ. നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഫോർമുല ഒന്നുമില്ല, അത് അങ്ങനെ തന്നെ ബൈപ്പാർട്ട് ചെയ്ത് പഠിക്കാം. അവിടെ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോഴേ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് ഇടും. ഡിനോമിനേറ്റർ നമുക്ക് ഇവിടെ ഡിവൈഡ് എന്നുള്ളത് ഇൻറ്റു അത്ര ഒരു ചേഞ്ചേ വരുത്തുള്ളൂ ഓപ്ഷൻസിൽ കേട്ടോ. ഇപ്പൊ ന്യൂമറേറ്റർ എടുത്ത് ഡിനോമിനേറ്ററിലേക്ക് ഇടും, എന്നിട്ട് ആ സെയിം ഫോർമുല തന്നെ തരും. അല്ലെങ്കിൽ അവിടെ ഇൻറ്റു ഡിവൈഡ് എന്നുള്ളത് ചിലപ്പോൾ ഇൻറ്റു ആക്കി തരും. അങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരുത്തുള്ളൂ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്? എല്ലാ ഡെത്തുകളും ആണ് ന്യൂമറേറ്ററില്. ഇനി മാറിപ്പോവാ ഫോർമുല. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാൻ ഓൾ ദ ഡെത്ത് മസ്റ്റ് ബി കൗണ്ടഡ് അല്ലെ? എല്ലാ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആണ് എന്തിൽ വരുന്നത്? ന്യൂമറേറ്ററില്. ക്ലിയർ അല്ലേ? ഇനി ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തിരിച്ചു പോകോ? ഇല്ലല്ലോ, ഇല്ല. ഇനി അടുത്തത് നോക്കിയേ, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. അതും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാട്ടോ വരുന്നത്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of the admission of the patient. കണ്ടോ? അതായത് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന മൊത്തം മരണങ്ങള്, അതാണ് ന്യൂമറേറ്ററിൽ വരുന്നത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ദാറ്റ് occurred after 48 hours of the admission of the patient. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഈ 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന എല്ലാ മരണങ്ങളും, ഇപ്പൊ എത്ര മരണം സംഭവിച്ചു അതിന്റെ എണ്ണമാണ് ന്യൂമറേറ്ററില്. ഡിനോമിനേറ്റർ നോക്കിയ സെയിം തന്നെയാണ് കേട്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. ആ ഒരു പർട്ടിക്കുലർ പീരീഡില് മരിച്ച ആളുകള് ഡിസ്ചാർജ് ആയിട്ടുള്ളതുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. ഇനി അവിടെ ഒരു നോട്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഡെത്ത് ഒക്കറിംഗ് വിത്തിൻ ദ 48 hours ഓഫ് ദ ഡിസ്ചാർജ് മസ്റ്റ് ഓൾസോ ബി റെക്കൻഡ്. റെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് കണക്കാക്കുക ഇൻ ന്യൂമറേറ്റർ. ഒരു കാര്യം കൂടി ന്യൂമറേറ്ററിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? ഡെത്ത് ഒക്കറിംഗ് വിത്തിൻ 48 hours ഓഫ് ഡിസ്ചാർജ്. കണ്ടോ? ഡിസ്ചാർജ് ആയി 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന ഡെത്തുകളും ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താം. നോട്ട് എന്ന് പറഞ്ഞ് തന്നേക്കുവാട്ടോ. മനസ്സിലായോ? ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് 48 മണിക്കൂറിന് ശേഷം സംഭവിക്കുന്ന മരണങ്ങള് ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ ഡിസ്ചാർജ് ആയ പേഷ്യന്റ് പോയി, ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് 48 മണിക്കൂറിനുള്ളിൽ സംഭവിക്കുന്ന മരണങ്ങളും നമുക്ക് ന്യൂമറേറ്ററിൽ ഉൾപ്പെടുത്താം. ഡിനോമിനേറ്റർ ആദ്യം പറഞ്ഞത് തന്നെ സെയിം, അവിടെ വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ. ഇനി നോക്കിയേ, മൂന്നാമത്തെ നോക്കിയേ എന്താണ്? ICU സ്പെസിഫിക് മോർട്ടാലിറ്റി. അപ്പൊ എന്താ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റിന്റെ പീരീഡ്. പീരീഡ് എന്നാട്ടോ, അത് PERIOD പീരീഡ്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യന്റ് ഇൻ എ പീരീഡ് അല്ലെ? പീരീഡ് ഡിവൈഡഡ് ബൈ, അവിടെ ഡിവൈഡ് എന്ന് ഇട്ടിട്ടില്ല, പീരീഡ് കഴിഞ്ഞ ഒരു സ്ലാഷ് ഇട്ട് എവിടെ? divided by total number of patient discharges from the ICU in that period. ആ ICU നിന്ന് ഡിസ്ചാർജ് ചെയ്തു പോയ ആളുകളില്ലേ, അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു നമ്മള് എന്താ പറഞ്ഞേക്കുന്നത്? ടോട്ടല് ഈ ICUയിൽ സംഭവിച്ച മരണം സംഭവിച്ച ആളുകളുടെ എണ്ണത്തെ എന്ത് ചെയ്യണം? നമ്മള് ആ ICUന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ ഒരു ICUയില് ഒരു പർട്ടിക്കുലർ ടൈമില് കഴിഞ്ഞ ഒരു മാസത്തില് ഒരു ICUയിൽ 100 പേരുണ്ടായിരുന്നു. അതില് ഒരു 20 പേര് മരിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഫോർമുല? എങ്ങനെ എഴുതാത്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന്. ഒരു
പർട്ടിക്കുലർ നമ്മൾ ICUന്റെ ആട്ടോ പറഞ്ഞേക്കുന്നത്. അതായത് ഒരു നമ്മുടെ ഈ ഒരു ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയവര്, അങ്ങനെ പറയും. അപ്പൊ കൺഫ്യൂസ്ഡ് ആവുക. ഡിസ്ചാർജ് ചെയ്ത് പോയവര് ഒരു 100 പേര് ICUയിൽ കിടന്ന പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്ത് പോയി. അതില് നമ്മൾ എന്താ പറയാ, നമ്മള് ICUയിൽ കിടന്ന് മരിച്ചവര് ഒരു 20 പേര്, ICUയിൽ കിടന്ന് മരിച്ചവര് 20 പേര്. ഓക്കെ, വെരി ഗുഡ്, ശരിയാണ്. അതായത് 20 പേര് ICUയിൽ കിടന്ന് മരിച്ചു. ഡിസ്ചാർജ് ചെയ്ത് പോയവർ എത്രയാണ്? 100 പേര് ഡിസ്ചാർജ് ചെയ്ത് പോയി. ICUയിൽ നിന്ന് രോഗം മാറി ഡിസ്ചാർജ് ചെയ്ത് അവർ പോയി. എന്നിട്ട് റേറ്റ് ആയതുകൊണ്ട് into 100 ചെയ്യുക. അപ്പൊ നോക്കിയേ, മരിച്ച ആളുകള്. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇക്വേഷൻ എഴുതാന് അല്ലെങ്കിൽ ഓർത്തിരിക്കാന് വലിയ തല പുകഞ്ഞ അല്ലെങ്കിൽ വലിയതായിട്ട് നിങ്ങൾ എടുക്കണ്ട. എന്താണ് എപ്പോഴും ന്യൂമറേറ്ററിൽ വന്നേക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് അല്ലേ? അല്ലേ? 3ന്റെ ഫോർമുല ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ നിങ്ങള്. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് അല്ലേ ന്യൂമറേറ്ററിൽ? അപ്പൊ ഇനി ന്യൂമറേറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മള് ഡിനോമിനേറ്ററിൽ ഇട്ടാൽ മാറിപ്പോവോ? അത് 3 ഇക്വേഷനും ടിക്കിട്ട് വെച്ചു. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചിരിക്കും എക്സാമിന്, ഷുവർ ആണ് കേട്ടോ. ആനുവൽ എക്സാം, നിങ്ങളുടെ മെയിൻ എക്സാമിന് നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും എന്തായാലും ഇതിൽ നിന്ന് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. ഏതായാലും ഒരു ക്വസ്റ്റ്യൻ അത് ഷുവർ ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാത്തിനും നിങ്ങൾ ഇത്രയും നോക്കി വെക്കുക. എന്താ ന്യൂമറേറ്ററിൽ വരുന്നത്? ഏതാണ്? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആണ്. മനസ്സിലായില്ലേ? ഹോസ്പിറ്റലിൽ സംഭവിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത്. ഗ്രോസ് മോർട്ടാലിറ്റിയിൽ അത്, നെറ്റ് മോർട്ടാലിറ്റിയിൽ 2 ഓപ്ഷനാ പറഞ്ഞേക്കുന്നത് അല്ലേ? ഏതാണ്? ഡിനോമിനേറ്ററിൽ എങ്ങനെയാ വന്നേ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് മാത്രമാണോ വന്നുള്ളൂ? അവിടെ ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് വന്നില്ലേ നോക്കിയാ ഡിനോമിനേറ്ററിൽ ഇല്ലേ? ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഇല്ലേ? ഞാൻ ആ ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞതല്ലേ. എല്ലാത്തിന്റെ ഡിനോമിനേറ്ററിൽ ഇപ്പൊ നോക്കി, ഇതാണെങ്കിലും നമ്മള് ICUയിൽ പറഞ്ഞത് എന്താ? ഡിസ്ചാർജ് എന്നൊരു വേർഡ് അവിടെ ഇല്ലേ? നമ്പർ ഓഫ് പേഷ്യന്റ് ഡിസ്ചാർജ് ഫ്രം ദ ICU ഇൻ ദാറ്റ് പീരീഡ്. ആ പർട്ടിക്കുലർ പീരീഡില് ICUയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയ ആ പേഷ്യൻസ്, അവരുടെ എണ്ണം കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ, into 100. നോക്കിയേ, ഓൺ സിമിലർ ലൈൻസ്, ഇതേപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാൻ നോക്കിയേ? കണ്ടീഷൻ ഓൺ സിമിലർ ലൈൻസ്, കണ്ടീഷൻ സ്പെസിഫൈഡ് ഓർ സ്പെഷ്യാലിറ്റി സ്പെസിഫിക് ഡെത്ത് റേറ്റ് can also be calculated like maternity mortality rate etc. ഇതേ സെയിം ഫോർമുലയിൽ തന്നെ നമുക്ക് ഈ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, നമുക്ക് കുട്ടികളിലൊക്കെ ഇല്ലേ നമുക്ക് മോർട്ടാലിറ്റി റേറ്റ്, ഇതേ സിമിലർ സാമാന്യമായ രീതിയിൽ പ്രസവ മരണ നിരക്കുകള് അല്ലേ, അതൊക്കെ നമുക്ക് പ്രത്യേക നിർദ്ദിഷ്ട മരണങ്ങളും ഒക്കെ ഇതേ സെയിം ഫോർമാറ്റിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 3 ഇക്വേഷനും ടിക്കിട്ട് വെച്ച എല്ലാവരും ടിക്കിട്ട് വെച്ചോ? ഓക്കെ, ഒരു കുഞ്ഞു കാര്യം കൂടി നോക്കാം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഇൻഫന്റ് കുട്ടികള് അല്ലെ? ശിശുക്കള്. നോക്കിയേ, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ദ നമ്പർ ഓഫ് റെസിഡന്റ് ന്യൂ ബോൺ ഇൻ എ പ്രിസ്ക്രൈബ്ഡ് ജിയോഗ്രാഫിക് ഏരിയ. അത് കൺട്രി, സ്റ്റേറ്റ്, പിന്നെ കൺട്രി എന്നുണ്ട്, അത് വേണ്ട കേട്ടോ. കൺട്രി, നമ്മുടെ ഒരു കൺട്രിയിലോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലോ ഒരു പ്രത്യേക ഒരു നിർദ്ദിഷ്ടമായ ഒരു ജിയോഗ്രാഫിക് ഏരിയയിൽ ഉണ്ടായിട്ടുള്ള ഏതാണ്? പുതുതായി ജനിക്കുന്ന കുട്ടികള്, അവരിൽ ഒരു പ്രത്യേക ഒരു ജിയോഗ്രാഫിക് ഏരിയയില് പുതിയതായിട്ട് ജനിക്കുന്ന കുട്ടികളില് ഡൈയിങ് അണ്ടർ 1 ഇയർ ഓഫ് ഏജ്, കണ്ടോ? ആ ഒരു ഇതിനകത്ത് ഒരു ഇയറില് മരിക്കുന്ന കുട്ടികള്, അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഞാനേ ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയില് പർട്ടിക്കുലർ ടൈമില് ഒരു 1000 പേര് ഒരു ഹോസ്പിറ്റലിൽ ജനിച്ചു, 1000 കുട്ടികൾ ഉണ്ടായി. അതിലൊരു 15 കുട്ടികൾ മരിച്ചു എന്ന് വിചാരിക്കാം, ഉണ്ടോ? അതിനെ അപ്പൊ എങ്ങനെ നമുക്ക് നോക്കാൻ നോക്കിയേ? ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് ബ്രെത്ത്. അതായത് അതേ സമയം തന്നെ അവിടെ ജീവിച്ചിരിക്കുന്ന ആ കുട്ടികളില്ലേ, ലീവ് ബ്രെത്ത് ഫോർ ദ സെയിം ജിയോഗ്രാഫിക് ഏരിയ, അതേ സെയിം ജിയോഗ്രാഫിക് ഏരിയയില് ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആൻഡ് ദെൻ മൾട്ടിപ്ലൈ ബൈ 1000, അത് 1000 കൊണ്ട് ഗുണിക്കുക, 1000 കൊണ്ട് ഗുണിക്കുക. അതായത് 1000 കുട്ടികളിൽ എത്ര പേരെന്നാ കണ്ടുപിടിക്കുന്നത്. അതിനും ഇവിടെ നമുക്കൊരു കണക്കായിട്ട് ഇവിടെ തന്നേണ്ടത് നമുക്ക് കണ്ടോ. അപ്പൊ നമ്മള് മൊത്തം എന്താ നോക്കുന്നത് അവിടെ?
എന്താ ഒരു പർട്ടിക്കുലർ ജിയോഗ്രാഫിക് ഏരിയയില് ഒരു വർഷത്തില് ജനിച്ച കുട്ടികളില് ഒരു വർഷത്തിൽ ഉണ്ടായ കുട്ടികളില് എത്ര പേര് മരിക്കുന്നു? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എത്ര പേര് മരിക്കുന്നു അതിനെ മൊത്തം അവിടെ ഉണ്ടായ കുട്ടികളില്ലേ, മൊത്തം ഉണ്ടായ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 100,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് തന്നെയാണ് ആ ഫോർമുല കിടക്കുന്നത്. നോക്കിയേ, ഫോർമുല ഒന്നൊന്ന് ശ്രദ്ധിച്ചേ. നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫന്റ് ഡെത്ത്, അവിടെ ആ സ്ലാഷ് ആക്കിയത് കേട്ടോ, അവിടെ സ്ലാഷ് ഇടുക. ഇൻഫന്റ് ഡെത്ത് എന്ന് കഴിഞ്ഞ് സ്ലാഷ് ഇടുക. ഡിവൈഡഡ് ഡെത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡന്റ് ലീവ് വർക്ക് ഇൻടു 1000. ഫോർമുല മാത്രം ഒന്ന് നോക്കാട്ടോ. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടൈം ആയില്ലേ? അതായത് നമുക്ക് എന്താ പറഞ്ഞേക്കുന്നേ അവിടെ നമ്മളിപ്പോ ഒരു എന്താ ഇവിടെ ഒരു താഴെ ഒരു എക്സാമ്പിൾ കൂടി പറയുന്നുണ്ട്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് 1000 കുട്ടികൾ ഒരു വർഷത്തില് 1000 അല്ല ഒരു മാസത്തിൽ 1000 കുട്ടികളില് ചിലപ്പോ 15 പേര് മരിച്ചിട്ടുണ്ടാവും. അപ്പൊ എങ്ങനെയാ? 15 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 1000. മനസ്സിലായോ നിങ്ങക്ക്? മൊത്തം കുട്ടികള് അവിടെ ജനിച്ച കുട്ടികൾ എടുക്കുക, അതിൽ എത്ര പേര് മരിച്ചു അതാണ് നോക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, ഒന്നുകൂടി ഞാൻ അതൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ അപ്പൊ ആ 3 ഫോർമുലയും ടിക്ക് ഇടുക, 3 ഫോർമുലയും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.